ഹലോ എല്ലാവർക്കും MICയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം നേരാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ആശ്രമ മൈതാനത്ത് കൊല്ലം ഫെസ്റ്റ് കാണാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. ജെമിനി സർക്കസും അതുപോലെ തന്നെ വാട്ടർഫാൾസും എല്ലാം ഉണ്ട്. നമുക്കന്ന് ഓരോ കാഴ്ചകൾ കാണാം. ഇനി 7 മണിക്കാണ് ജെമിനി സർക്കസ് ഉള്ളത്. നമുക്ക് അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ തുണിക്കടയും കാര്യങ്ങളും ഉണ്ട്, അതൊന്ന് കയറണം. 4 മണിയുടെ തിരക്കാണ് കേട്ടോ. നല്ല ഞായറാഴ്ചയുടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ആദ്യം നമുക്ക് ആ തുണിക്കടയിൽ കയറാം. അതിനുശേഷം ജെമിനി സർക്കസും വാട്ടർഫാൾസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കാണണം കേട്ടോ. ആദ്യമായിട്ടാണ് സർക്കസ് ഒക്കെ കാണുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എല്ലാം ഉണ്ട്. വാട്ടർഫാൾസും ആദ്യമായിട്ടാണ്. നമുക്ക് നോക്കാം. നമ്മൾ തുണിക്കടയിൽ അകത്തെ ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. നമുക്ക് 199, 299, 399, 499 അങ്ങനെയുള്ള റേറ്റുള്ള ഓരോ ഷർട്ടുകളും നമുക്ക് ഇവിടെ കാണാം കേട്ടോ. നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ളതുണ്ട്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഓരോ കാഴ്ചകൾ ഉണ്ട്. നമുക്കൊന്ന് ഫുള്ളൊരു കാഴ്ചയും കാണാം കേട്ടോ. കൊച്ചു പിള്ളേരോട്ട് വലിയ പിള്ളേരുടെ തുണിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കൊടുത്തേക്കുമുണ്ട്. നമുക്കിനി ഷർട്ടിൻ്റെ സെക്ഷനാണ് നോക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഒരു കളക്ഷൻ ഉണ്ട്. ഫുൾ കൈ ആണ് ഈ കിടക്കുന്നത്, ഇപ്പുറത്ത് ഹാഫ് കൈ ആണ് കേട്ടോ. അങ്ങനെ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ലേഡീസിൻ്റെ അതേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഫുള്ളൊരു കാഴ്ചയൊക്കെ കാണാം. പിന്നെ ഫ്രെയിമിനൊക്കെ നല്ല അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. 99 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള കളക്ഷൻ ഉണ്ട് ഫ്രെയിംസിൻ്റെ. പക്ഷേ ഇത്ര റേറ്റൊക്കെ കുറച്ച് ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. പിന്നെ ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ പണ്ട് നമ്മൾ വെക്കുന്ന പ്ലാസ്റ്റിക് ചെടികളുണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. 99 രൂപ, 49 രൂപ അങ്ങനെയുള്ള ഓരോ റേഞ്ചും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഓപ്പോസിറ്റുള്ളത് നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് കേട്ടോ. നല്ല രീതിയിലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാനൊക്കെയുള്ള ഒരുപാട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അതിന് തൊട്ടപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ രീതിയിലുള്ള നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നത് പോലത്തെ സാധനം 3 99 രൂപ റേഞ്ചാണ് വരുന്നത്. നമ്മളത് മേടിച്ച് ഒരെണ്ണത്തിന് 99 ആയിരിക്കും, നല്ല 3 99. ഇപ്പുറത്ത് കിടക്കുന്ന ഈ മുകളിൽ കാണുന്നതല്ല 30 രൂപ റേഞ്ചുള്ള സാധനങ്ങളാണ് കേട്ടോ. 30 രൂപയ്ക്ക് കിട്ടുകയെന്ന് വെച്ചാൽ മുതലാണ്, അത്യാവശ്യം നോക്കുമ്പോൾ മുതലാണ്. നല്ല ഒരു രീതിയിൽ തന്നെയുള്ള വീട്ടാവശ്യങ്ങൾക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ കടയിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ബാഗും കാര്യങ്ങളൊക്കെ ഇത്രയാണ് ഇവിടത്തേക്ക് കഴിച്ചാൽ. പിന്നെ മുണ്ട്, ഷർട്ട് അങ്ങനെയുള്ള എല്ലാമാണ് ഉള്ളത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിരിക്കുന്നത് വാട്ടർഫാൾസിലോട്ട് കയറാനാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാം. 5 മുതൽ 10 വയസ്സുള്ള പിള്ളേർക്ക് 150, 10 മുതൽ അങ്ങോട്ടുള്ളവർക്കും 200 രൂപയാണ് ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് വരുന്നത് കേട്ടോ. അങ്ങോട്ട് കയറാനുള്ള ക്യൂ നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഞായറാഴ്ചയാണ്. ഇനി അകത്ത് എന്ത് തിരക്കുണ്ടെന്ന് കാണാൻ നമുക്ക് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കാം. കാര്യം ഇവിടെ ഇത്രയും തിരക്കുണ്ടെങ്കിൽ അകത്ത് നല്ലൊരാൾക്കാരുടെ തിരക്ക് കാണും. നമ്മൾ പിന്നെ ടിക്കറ്റൊക്കെ കൊടുക്കാനായിട്ട് നേരെ എന്നിട്ട് അകത്തോട്ടുള്ള കയറി കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു ഫുള്ളൊരു കാഴ്ചകൾ ഇനി ഇവിടുത്തെ കാണാം. നമ്മൾ ആ കാണുന്നത് നേരെയിൽ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. ഏറ്റവും മുകളിൽ കൊണ്ടുപോകും, ക്രെയിൻ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് ഒരു വ്യൂ ആയിട്ടിരുന്ന് നമുക്ക് ഫുഡ് ജ്യൂസൊക്കെ കഴിക്കാവുന്നതാണ്. ഇതിന് തന്നെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് വാട്ടർഫാൾസ് ഉണ്ട്. അങ്ങനെ 2 സൈഡായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള DJയും കാര്യങ്ങളൊക്കെ ഡാൻസ് ചെയ്യാനും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് വരുന്ന ഫോഴ്സിലുള്ള വെള്ളമില്ലേ, നല്ല ശക്തിയായിട്ടാണ് കേട്ടോ വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത്. തെന്നി വീഴാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അവർ റെഡ് മാർക്കൊക്കെ മാറ്റിച്ചേ കൊണ്ട് അതിന് മുകളിലോട്ട് മാക്സിമം കയറാതൊക്കെ ഇരിക്കുക കേട്ടോ. മുകളിൽ നിന്ന് നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ അതനുസരിച്ച് കണ്ടെല്ലാണ് നമ്മൾ നിൽക്കേണ്ടത് കേട്ടോ. അവിടെ നിന്ന് എപ്പോഴും ഇൻഫർമേഷനും കാര്യങ്ങളും നമുക്ക് തരുന്നതായിരിക്കും. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. May I come in? വെള്ളത്തിനകത്തൊക്കെ ഇറങ്ങി ഡാൻസും കുളിച്ച് അറമാതിച്ച് വരാൻ കേട്ടോ. ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറാനായിട്ട്. പിന്നീട് രാവിലെ സമയത്തൊക്കെ വരുന്നതിനെക്കാട്ടും നല്ലത് കുറച്ചുകൂടി ഒരു ഇരുട്ടിയിട്ടൊക്കെ വരുവാണെങ്കിൽ ലൈറ്റിൻ്റെ ഒരു എഫക്റ്റും കൂടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ DJ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കാം. തൊട്ടടുത്ത് തന്നെയാണ് DJ. എൻ്റെ ഈ ഭാഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളും കേൾക്കാം. ഇവിടെയാണ് DJയും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഡാൻസ് ചെയ്യാനും ഫുഡിൻ്റെയും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടെ തന്നെ ഒരു പാർക്കും കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കിളികളുടെയൊക്കെ. നമുക്കിനി അങ്ങോട്ടൊന്ന് കയറാം. ഇത് നമ്മുടെ അകത്തെ കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ കിളികളൊക്കെ പറന്ന് നടക്കുന്നതാണ് നമുക്ക് കാണാം. അത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുത്തി വിടുന്നതാണ് ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ. അപ്പം നല്ല രസമാണ് ഇങ്ങനെ പറന്ന് പോകുന്നത് കാണാൻ. നമ്മൾ ഇതുവരെയും കാണാത്ത ഒരുപാട് കിളികൾ നമുക്ക് ഇതിനകത്തുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. നമുക്കിനി ഓരോ കാഴ്ചകളായിട്ട് കണ്ട് പോകാം.
സെൽഫി പോയിൻ്റാണ് കേട്ടോ. നമുക്ക് കിളികളുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാനും മൂങ്ങയുടെ കൂടെ വെള്ളമൂങ്ങ അങ്ങനെയുള്ള കിളികളുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാം, പാമ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് തൊട്ടുള്ള സെൽഫി പോയിൻ്റാണ് വരുന്നത്. അതെടുക്കാനും നല്ല ആൾക്കാരുണ്ട് കേട്ടോ. അത് കാണാനും അതിൻ്റെ വീഡിയോ എടുക്കാനും അതിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാനും എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല തിരക്കുണ്ട് അവിടെ മാത്രമായിട്ട് തന്നെ. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ കുത്തി വിടുന്നത്. നല്ല രസമാണ് കുത്തി വിടുമ്പോൾ ഇങ്ങനെ പറന്നത്, ഇങ്ങനെ പഴയ സ്ഥലത്തോട്ട് പോകുന്നതും അവിടെ നിന്ന് ആൾക്കാർ വരുമ്പോൾ വീണ്ടും ഇങ്ങനെ കുത്തി കുത്തി വിടുമ്പോൾ അതിങ്ങനെ പറന്നു പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ആകെയുള്ളൊരു ആശ്വാസം ഈ ഒരു സംഭവം മാത്രമാണ്. പിന്നെ നമ്മൾ 200 രൂപ കൊടുക്കുന്നതിൻ്റെന്ന് വെച്ചാൽ കുറച്ച് മുതലേ ഉള്ളൂ. കാര്യം നല്ല ചൂടാണ്. നല്ല ഇതിന് മുമ്പുള്ള കഴിഞ്ഞ വർഷത്തേക്ക് ടീം വന്നപ്പോൾ നല്ല കൂളിങ്ങിലായിരുന്നു. നമുക്ക് എവിടെ പോയാലും ചൂട് അനുഭവപ്പെടത്തില്ലായിരുന്നു. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇവരുടെ സെറ്റിങ്സിനകത്ത് നല്ല ചൂട് അനുഭവപ്പെടും. കാര്യം ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടും നല്ല ചൂട് അനുഭവപ്പെടും. എങ്കിലും നമുക്ക് തണുത്ത കാറ്റ് കാര്യങ്ങൾ ഫാൻ അങ്ങനെ ഒന്നും തന്നെ അറേഞ്ച് ചെയ്തേക്കുന്നത് വളരെ മോശമായിട്ടാണ് ആകെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നല്ല രീതിയിൽ വിയർത്ത് നമ്മൾ ഒഴുകുമെന്ന് വെച്ചാൽ ഒഴുകും. ഇതിന് കഴിഞ്ഞ വർഷത്തെ നമുക്ക് വന്ന ടീമൊക്കെ നല്ല എയർ കണ്ടീഷനായിട്ടാണ് സെറ്റ് ചെയ്തിരുന്നതെല്ലാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോ കാഴ്ചകളായിട്ടാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ പറഞ്ഞ് നമുക്കിനി ഓരോ കാഴ്ചകളായിട്ട് ബാക്കിയുള്ളത് കാണാം. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് ഈ ഫ്ലവറിൻ്റെ ഷോയാണ് കേട്ടോ. എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സൂര്യകാന്തി, വണ്ടുകൾ, തേനീച്ചകൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു സംഭവം കേട്ടോ. 360 ഡാൻസൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. നമ്മൾ പല വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോ കാഴ്ചകൾ കാണാം. നല്ല തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഇതിന് തൊട്ടപ്പുറത്താണ് നമുക്ക് മത്സ്യകന്യകയൊക്കെ വരുന്നത്. മിക്കവാറും അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും. കാര്യം നല്ല ക്രൗഡുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല ക്രൗഡുണ്ട്. ഞായറാഴ്ചയും കൂടെ ആണ്. നല്ല രീതിയിൽ നമുക്കിനി ഓരോ കാഴ്ചകളായിട്ട് മുന്നോട്ട് പോകാം. टाइगर का वो गैंगस्टर नहीं है सर, अकेला आके घुसकर मारने वाला मॉन्स्टर। അത് കഴിഞ്ഞ് കയറി വരുമ്പോൾ തന്നെ ഒരുപാട് കടകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിപ്സ്, അലുവ അങ്ങനെയുള്ളത്, പിന്നെ അത്തറ് കട, ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ്, പിന്നെ കൊച്ചു പിള്ളേരുടെ ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള ഒരുപാട് കടകളാണ് നമ്മളിനി ഇങ്ങോട്ട് വരുന്ന കാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുന്ന് അങ്ങേയറ്റം വരെ ഉണ്ട് കേട്ടോ. നമുക്കിനി 7 മണിക്കടെ ഷോയ്ക്ക് കയറുകയും വേണം. നല്ല ക്യൂ ഉണ്ട്. കാര്യം നീങ്ങുന്നതുമില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ തിരക്കായതുകൊണ്ട് നമുക്കിങ്ങനെ
തട്ടി 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 പതുക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ വേഗം നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ചെയ്തൊരു രീതി ഞാനിപ്പം അല്ലാതെ പറയുകയാണെങ്കിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട്. അവിടെ നേരെ കഴിഞ്ഞാൽ നമുക്ക് വെളിയിലോട്ട് വേഗം തന്നെ പോകാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളങ്ങനെയാണ് വേഗം ചാടിയത്. കാര്യം ഇത്രയും നേരം കൊണ്ട് ഇനി അവിടെ 7 മണിക്ക് എന്തായാലും ഒരിക്കലും എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അല്ലാതെ അങ്ങ് ചാടി. ഇത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ ഒരുപാട് കടകളുണ്ട്. ഫുഡ്, പിന്നെ തുണിക്കടകളുണ്ട്, ബുക്ക് സ്റ്റോളുണ്ട്, അങ്ങനെ ഒരുപാട് കടകൾ നമുക്ക് കാണാം. ഫാൻസി ഐറ്റംസ്, പിന്നെ തടികളൊക്കെ വെച്ചുള്ള ഓരോ പാത്രങ്ങൾ, വിളക്കിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിനി ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് മുന്നോട്ട് നടന്നു കൊണ്ട് ഇതൊക്കെ കാണാം. ഇതിന് ശേഷം അപ്പുറമാണ് നമുക്ക് വരുന്നത് കേട്ടോ മത്സ്യകന്യകയൊക്കെ കാണാൻ. ഈ ക്രൗഡ് കണ്ടോ, നല്ല തുണിക്കടയുടെ അടുത്തൊക്കെ നല്ല രീതിയിലുള്ള കളക്ഷൻസൊക്കെ ഉണ്ട്. പീസ് റേറ്റും അല്ലാതെ ഫുൾ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയപ്പോൾ ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഓരോ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടേപ്പോൾ ഉണ്ട് കേട്ടോ. ഇനിയും കിടക്കുകയാണെങ്കിൽ നമ്മുടെ ക്യൂവും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് ഇനിയും നമുക്ക് ഒരുപാട് എത്താനുണ്ട്. നമുക്ക് നോക്കി നോക്കി ഓരോ കാഴ്ചകളും കണ്ട് പോകാം. നമ്മളിനി അടുത്ത കാണാൻ പോകുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ഫ്ലവറിൻ്റെ തന്നെ വീണ്ടും ഒരു ഷോ ആണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ മത്സ്യകന്യകയൊക്കെ ഉള്ളത്. നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ട് നീങ്ങിപ്പോകാം. നല്ല തിരക്കുണ്ട്. അപ്പോൾ തൊട്ടപ്പുറമാണ് കേട്ടോ മത്സ്യകന്യക. നമുക്കിനി കാണാം, കാഴ്ചകളായിട്ട് മുന്നോട്ട് തന്നെ പോകാം. കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. അയ്യോ, അതിൻ്റെ കൂടെ നിന്നൊക്കെ ഫോട്ടോസും കാര്യങ്ങളും തൊടാനും എല്ലാം നമുക്ക് പറ്റുന്നതാണ്. കൊച്ചു പിള്ളേരൊക്കെ ആകുമ്പോൾ അത് ഒരുപാട് ആകർഷിക്കും കേട്ടോ. നമുക്ക് വലുതോർക്ക് അങ്ങനെ തോന്നത്തില്ല, പക്ഷേ കൊച്ചു പിള്ളേർക്ക് അങ്ങനെ ഒരുപാട് തോന്നിക്കും. ഇതേ നമ്മളങ്ങനെ മത്സ്യകന്യകയെ കാണാനായിട്ട് നമ്മളങ്ങോട്ട് മാറുകയാണ്. മത്സ്യകന്യകയെ എടുത്തോട്ട് നമ്മൾ നീങ്ങുന്നു. ഈ ഫ്ലവർ ഷോയും കഴിഞ്ഞാൽ നേരെ അപ്പുറത്തോട്ട് നമുക്ക് വീണ്ടും കടകൾ ആരംഭിക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കി നോക്കി പോകാം. ഇവിടെയാണ് മത്സ്യകന്യകയൊക്കെ ഉള്ളത് കേട്ടോ. വെള്ളത്തിനകത്തുള്ള അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്ന മത്സ്യകന്യകയൊക്കെ. നമുക്കിനി അങ്ങോട്ടുള്ള ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പോകാം. നല്ല തിരക്കുണ്ട്. അപ്പോൾ അവിടെ സ്റ്റാഫൊക്കെ പറയുന്നുണ്ട് വേഗം വേഗം നീങ്ങാൻ. ശരി, പുറയിൽ ഇതിനെക്കാട്ടി ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. നമുക്കിനി ഓരോ കാഴ്ചകളുണ്ട്, മുന്നോട്ട് തന്നെ പോകണം. നമുക്ക് 7 മണിക്ക് ജംബോ സർക്കസ് ഉള്ളതാണ്. സർക്കസ് നമുക്കിനി നോക്കാം. നല്ല രസമാണ് കേട്ടോ വെള്ളത്തിനകത്ത് ഇങ്ങനെ കാണാൻ. പക്ഷെ അവരെയൊക്കെ സമ്മതിക്കണം, ഇത്രയും നേരം വെള്ളത്തിനകത്തൊക്കെ ഇങ്ങനെ നിന്ന് എല്ലാവരെയും സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല, നല്ലൊരു കാര്യം തന്നെയാണ്. കൊച്ചും അവശയായും തോന്നുന്നു കണ്ടിട്ട്. പാവമല്ലേ, കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയാലും അവരുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പം ഇത്രയും നേരം വെള്ളത്തിലൊക്കെ നിൽക്കുമ്പം നല്ലൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം. നമുക്കതൊക്കെ ഒരു സന്തോഷമായിട്ട് തോന്നും. നമുക്കിനി ഓരോ കാഴ്ചകൾ കണ്ട് നീങ്ങാം. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നിന്ന് പോകും. സ്റ്റാഫ് തന്നെ പറയുന്നുണ്ട് നീങ്ങി അങ്ങോട്ട് പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്കെന്നാൽ ഇനി അടുത്ത കാഴ്ചകൾ കാണാം. ഇതൊരു സെൽഫി പോലെയാണ്. നാഗകന്യക അടുത്ത് കൂടി നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. കൊച്ചുപിള്ളേരൊക്കെ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നാഗകന്യകയുടെ കൂടെ. നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കാണാൻ. നമുക്കിനി അടുത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ ഒരു രീതിയിൽ തന്നെ ഒരു ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാവരും കിടന്നിട്ട് പഠിക്കുന്നുണ്ട്. കയറിനകത്തും അല്ലാതെ എല്ലാം നല്ല രീതി എല്ലാവരും മുതലാക്കുന്നുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാനും. പിന്നെ സെൽഫി പോയിൻ്റാണ് ഏറ്റവും ബാക്കിൽ കാണുന്നത്. അന്ന് നല്ല തിരക്കായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ചരിത്രശലഭത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഒരു രീതി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് മറ്റേ വള്ളത്തിൻ്റെ ഒരു ഫുള്ളൊരു വ്യൂയും കാര്യങ്ങളും. നമുക്കിനി ഓരോ കാഴ്ചകൾ കണ്ട് ഇനി പുറത്തോട്ട് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ ഷൂട്ടിംഗ് ഉണ്ട്. നമുക്കിനി തിരിച്ച് വരുമ്പോൾ തന്നെ ബുക്ക് സ്റ്റാൾ, തുണിക്കടകൾ, അതേപോലെ തന്നെ ഓരോ കടകളായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കിനി കണ്ട നല്ല തിരക്കുണ്ട്. നമുക്ക് വേഗം തന്നെ ചാടണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സിറ്റ് വഴി ഞങ്ങളിപ്പോൾ വെളിയിലോട്ട് പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സർക്കസ് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് പിന്നെ ഒന്നും മേടിക്കുന്നില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അതൊരു കാര്യമാണ്. തുണിക്കടകൾ, ബുക്ക് സ്റ്റോളുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഫ്രണ്ടിലൊക്കെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. നമുക്കെന്നാൽ ഇനി ഓരോട്ട് നീങ്ങി പോകാം.
നല്ല ഒരുപാട് കടകൾ ഈ വർഷവും ഫെസ്റ്റിന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എക്സിറ്റ് അടിക്കാനുള്ള സമയമായിട്ടുണ്ട്. കാര്യം ജംബോ സർക്കസ് 7 മണിക്ക് തുടങ്ങും, അതുകൊണ്ട് നമ്മൾ എക്സിറ്റ് അടിക്കാം. പിന്നെ കുറേ ആൾക്കാരൊക്കെ ഫ്രണ്ടിലോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന കാര്യം, അങ്ങോട്ട് നല്ല തിരക്കാണെന്ന് പറഞ്ഞ് അങ്ങനെയും ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ സൈഡിൽ കാണുന്നവരെല്ലാം അങ്ങോട്ട് ഇനി ഒരുപാട് പോകാനുണ്ടെന്നും പറഞ്ഞ് പുറത്തോട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എക്സിറ്റ് വരെ പുറത്തടിച്ച് നേരെ ജംബോ സർക്കസിന് കയറി. 200 രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ ഈ ഫെസ്റ്റും കാര്യങ്ങളും വരുന്ന ജംബോ സർക്കസ് കഴിഞ്ഞിട്ടുണ്ട്, 15-ാം തീയതി വരെ ഉള്ളായിരുന്നു. മറ്റേത് വരുന്നത് ഈ മാസം അടുത്ത മാസം 4-ാം തീയതി വരെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ജംബോ സർക്കസും കാര്യങ്ങളും വീഡിയോ ചിത്രീകരണം അനുവദനീയമല്ല. നമ്മൾ കാണേണ്ട കാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചിത്രീകരിച്ചിട്ടില്ല. നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും ആയിരിക്കും നമുക്ക് ജംബോ സർക്കസിലുള്ള കിട്ടുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കണം. പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ വരുന്നുണ്ട്. ബൈ.